നാടിന്റെ അടിസ്ഥാന സൗകര്യ വികസനം സർക്കാർ സംവിധാനങ്ങളുടെ തടസ്സവാദം കാരണം മുടങ്ങിയാൽ എങ്ങനെയുണ്ടാകും? ഇടുക്കിയിലെ ഗ്രാമീണ മേഖലകളിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് പ്രതിസന്ധിയാവുന്നത് വനംവകുപ്പിന്റെ തടസ്സവാദമാണ്. മൂലമറ്റം മുതൽ ഉളുപ്പൂണ്ണി വരെയുള്ള റോഡ് കടന്നുപോകുന്ന ഭൂമി വനംവകുപ്പിന്റേതാണ് എന്ന അവകാശവാദമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയാകുന്നത്. വനംവകുപ്പിന്റെ തടസ്സവാദം മൂലം മേഖലയിലെ 800-ലധികം കുടുംബങ്ങളാണ് ദുരിതത്തിലായിരിക്കുന്നത്. തൊടുപുഴയിൽ നിന്ന് കട്ടപ്പനയ്ക്കും ഉപ്പുതറയ്ക്കും ഏലപ്പാറയ്ക്കും വാഗമണ്ണിലേക്കും എത്താനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത്. വനംവകുപ്പിന്റെ നിസാര പിടിവാശി കൊണ്ടാണ് ഈ വഴി ഇങ്ങനെ ഗതാഗത യോഗ്യമല്ലാതെ കിടക്കുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒരു പ്രദേശത്തിന്റെ അടിസ്ഥാന വികസനത്തിന് ഏറ്റവും വലിയ മുതൽക്കൂട്ട് റോഡ് തന്നെയാണ്. ഒരു നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ നല്ലൊരു റോഡുണ്ടായാൽ മതി. പതിപ്പള്ളി മുതൽ ഉളുപ്പുണി വരെയുള്ള റോഡിന് 40 വർഷം പഴക്കമുണ്ട്. ചെങ്കുത്തായ കയറ്റവും കൊടും വളവുകളുമുള്ള റോഡ് പുനർനിർമ്മിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് 9 കോടി രൂപ അനുവദിച്ചതോടെയാണ് വനം വകുപ്പ് തടസ്സവുമായെത്തിയത്. മേമുട്ടം വരെ 3 മീറ്റർ വീതിയിൽ റോഡുണ്ടെങ്കിലും തകരാതിരിക്കാൻ ഇരുവശങ്ങളും കല്ലുപാകി കോൺക്രീറ്റ് ചെയ്യണം. വനം വകുപ്പ് തടസ്സവുമായെത്തിയതോടെ ചെറുവാഹനങ്ങൾ മാത്രമാണ് ഇതുവഴി പോകുന്നത്. വനം വകുപ്പിൻ്റെ ഭൂമിയാണ്, അപ്പോൾ അവരുടെ അനുമതി വേണം എന്നാണ് വനം വകുപ്പ് പറയുന്നത്. പക്ഷേ വില്ലേജിലെ രേഖകൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഇത് ബ്ലോക്ക് നമ്പർ 23-ൽപ്പെട്ട സർക്കാർ പുറമ്പോക്കാണെന്നാണ് അവർ പറയുന്നത്. അത് സംബന്ധിച്ച് ഞങ്ങൾ വ്യക്തമായ രേഖയെടുത്ത് വനം വകുപ്പിൻ്റെതായ ഭൂമിയാണെന്നുള്ളതിന് യാതൊരു തെളിവും ഇല്ല, അവരുടെ കയ്യിൽ രേഖയുമില്ല. അപ്പോൾ ഇത് സംബന്ധിച്ച് നമ്മൾ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഭൂമി റവന്യൂ പുറമ്പോക്കാണെന്നും വനം വകുപ്പിന് അവകാശമില്ലെന്നുമാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. റോഡിന് വീതി കൂട്ടിയാൽ സർവീസ് തുടങ്ങാമെന്ന് KSRTC ഉറപ്പു നൽകിയിട്ടുണ്ട്. തൊടുപുഴയിൽ നിന്ന് കട്ടപ്പനയ്ക്ക് കുളമാവ് കൂടി പോകുന്നതിലും 18 കിലോമീറ്റർ ലാഭമുണ്ട് ഈ വഴി. കാരണം ഇത് ഉപ്പുതറ ചെന്ന് കഴിഞ്ഞാൽ നേരെ കട്ടപ്പനയ്ക്ക് പോകാം. അപകടമില്ല, കലുങ്കുകളോ അതുപോലെ തന്നെ പാലങ്ങളോ ഒന്നും വേണ്ട. വളരെ എളുപ്പമുള്ള വഴിയാണിത്. ദൂരം ആദിവാസി കുടികൾ ഉൾപ്പെടുന്ന മേഖലയിലേക്ക് സുഗമമായി സഞ്ചരിക്കാൻ 8 മീറ്റർ വീതി വേണമെന്നാണ് കേരള പട്ടികജാതി പട്ടികഗോത്രവർഗ കമ്മീഷൻ കണ്ടെത്തിയത്. വിനോദസഞ്ചാര മേഖലയ്ക്കും റോഡ് ഏറെ ഗുണകരമാകും. വാഗമണ്ണിലെ വിനോദസഞ്ചാര മേഖലയ്ക്കടക്കം ഏറ്റവും ഗുണകരമാകുന്ന വഴിയാണിത്. ഇതിലൂടെയുള്ള ഗതാഗതം കൂടുതൽ സുഗമമാക്കുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള മാറ്റം ഈ പ്രദേശത്തുണ്ടാകും. ക്യാമറമാൻ അദീഷിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.